ഇന്ന് ഒരുപാട് പുതുമുഖങ്ങളെ നമുക്ക് മലയാള സിനിമയിൽ കാണാം. പണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ച നടിയെ പിന്നീട് അതേ വർഷം തന്നെ 4-5 സിനിമകളിൽ നായികയായി തന്നെ കാണാമായിരുന്നു. മുൻപ് ബാലതാരമായി അഭിനയിച്ച പല നടിമാരും ഇന്നും സിനിമയിൽ തിളങ്ങി നിൽപ്പുണ്ട്. എന്നാൽ ബാലതാരമായി തിളങ്ങി നിന്നിട്ടും നായികയായി ശോഭിക്കപ്പെടാതെ പോയ നടിമാർ ആരെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. മഞ്ജിമ മോഹൻ ബാലതാരമായിട്ടായിരുന്നു മഞ്ജിമയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. 1997 റിലീസ് ചെയ്ത കളിയൂഞ്ഞൽ എന്ന സിനിമയിൽ ശാലിനിയുടെ ചെറുപ്പകാലം അഭിനയിച്ചുകൊണ്ടാണ് മഞ്ജിമ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് മയിൽപീലിക്കാവ്, സാഫല്യം, പ്രിയം, തെങ്കാശിപ്പട്ടണം, മധുര നമ്പരക്കാറ്റ്, സുന്ദരപുരുഷൻ തുടങ്ങിയ 8ഓളം ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു. ഇവയിൽ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ശ്രദ്ധ നേടുക മാത്രമല്ല, മധുര നമ്പരക്കാറ്റിലെ മായ എന്ന കഥാപാത്രത്തിലൂടെ ആ വർഷത്തെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡും മഞ്ജിമയ്ക്ക് ലഭിച്ചു. ശേഷം 2015 വടക്ക് സെൽഫി എന്ന ചിത്രത്തിൽ നിവിൻ പോളിയുടെ നായികയായിട്ടായിരുന്നു മഞ്ജിമ പിന്നീട് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. അന്ന് മഞ്ജിമയുടെ അഭിനയം ഏറെ കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയിരുന്നു. തുടർന്ന് 4 വർഷത്തിനു ശേഷം 2019 മിഖായലിൽ അഭിനയിച്ചു. ബാലതാരമായി ശ്രദ്ധ നേടിയ പോലെ നായികയായി ശ്രദ്ധിക്കപ്പെടാൻ മഞ്ജിമയ്ക്ക് കഴിഞ്ഞില്ല. തമിഴിലും നായികയായി അഭിനയിച്ചെങ്കിലും അവിടെയും വേണ്ട വിധം ശോഭിക്കാൻ മഞ്ജിമയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അഞ്ജു പ്രഭാകർ 1979 ഉത്തിരിപ്പൂക്കൾ എന്ന തമിഴ് ചിത്രത്തിലൂടെ തന്റെ 2ാം വയസ്സിൽ ബാലതാരമായിട്ടാണ് അഞ്ജു സിനിമയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നങ്ങോട്ട് തമിഴിലും മലയാളത്തിലും കന്നഡയിലുമായി നിരവധി ചിത്രങ്ങളിൽ അഞ്ജു ബാലതാരമായി അഭിനയിച്ചു. 1982 റിലീസ് ചെയ്ത ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ ബാലതാരമായി എത്തുന്നത്. തുടർന്ന് മലയാളത്തിൽ ബാലതാരമായും സഹതാരമായുമെല്ലാം വേഷമിട്ടു. 1989 രുക്മിണി എന്ന ചിത്രത്തിലെ രുക്മിണി എന്ന വേഷം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ജുവിന് ലഭിക്കുകയും ചെയ്തു. ശേഷം കൗരവർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി അഞ്ജു അഭിനയിച്ചിരുന്നു. ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു ലീഡിംഗ് നായികയായി തിളങ്ങാൻ അഞ്ജുവിന് കഴിഞ്ഞില്ല. സനൂഷ 2000-ലാണ് സനുഷ ബാലതാരമായി സിനിമയിലേക്ക് എത്തുന്നത്. ദാദാ സാഹിബ്, കരുമാടിക്കുട്ടൻ, കൺമഷി, മീശ മാധവൻ, എന്റെ വീട് അപ്പുവിന്റെ, കാഴ്ച, സൗമ്യം, മാമ്പഴക്കാലം തുടങ്ങിയ ചിത്രങ്ങളിൽ സനുഷ ബാലതാരമായി തിളങ്ങി നിന്നു. കൂടാതെ 2024 കാഴ്ച, സൗമ്യം എന്നീ ചിത്രങ്ങളുടെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള അവാർഡും സനൂഷയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ നായികയായിട്ട് സനൂഷ എത്തിയപ്പോൾ ബാലതാരമായി അഭിനയിച്ചത്ര സ്വീകാര്യത സനൂഷയ്ക്ക് ലഭിച്ചില്ല. 2012 മിസ്റ്റർ മരുമകൻ എന്ന ചിത്രത്തിലൂടെയാണ് സനൂഷ നായികയായി എത്തുന്നത്. മീശ മാധവനിൽ കാവ്യമാധവന്റെ ചെറുപ്പകാലം അഭിനയിച്ചെത്തിയ സനൂഷ ദിലീപിന്റെ നായികയായി എത്തിയതുപോലും പ്രേക്ഷകർക്ക് അത്ര രസിച്ചിരുന്നില്ല. തുടർന്ന് ഇഡിയറ്റ് എന്ന സിനിമയിലെ നായികയായ സനൂഷയെ പിന്നീട് നായികയായി മലയാള സിനിമയിൽ കണ്ടില്ല. ആ സമയം തമിഴിലും നായികയായി സനൂഷ അഭിനയിച്ചിരുന്നെങ്കിലും അതും വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിൽ ഒതുങ്ങി. ബേബി ഷാമിലി മലയാളികളുടെ വീട്ടിലെ കുട്ടിയെന്ന് തന്നെ ബേബി ഷാമിലിയെ വിളിക്കാം. സഹോദരി ശാലിനിയുടെ പാതയിൽ സിനിമയിലേക്ക് വന്ന ഷാമിലിയുടെ ആദ്യ ചിത്രം തമിഴിലായിരുന്നു. 2ാം വയസ്സിലാണ് ഷാമിൽ ബാലതാരമായി സിനിമയിലെത്തുന്നത്. 1990 റിലീസ് ചെയ്ത അഞ്ജലി എന്ന മണിരത്നം ചിത്രത്തിലെ ബാലവേഷം ശാലിനിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. ആ വർഷത്തെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരവും തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും തന്റെ 3ാം വയസ്സിൽ ഷാമിലിക്ക് നേടാൻ സാധിച്ചു. തുടർന്ന് അങ്ങോട്ട് വിവിധ ഭാഷകളിലായി ഷാമിലി ബാലതാരമായി നിറഞ്ഞാടി. മാളൂട്ടിയിലെ ആ ഒറ്റ വേഷം മതി മലയാളികൾക്ക് താരത്തെ ഓർക്കാൻ. പൂക്കാലം വരവായി, കിലുക്കാമ്പെട്ടി, ഹരികൃഷ്ണൻസ് എന്നീ മലയാള ചിത്രങ്ങളിലും ഷാമിലി ബാലതാരമായി എത്തി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞാക്കോവന്റെ നായികയായി വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന സിനിമയിലൂടെ ഷാമിലി തിരികെ എത്തിയപ്പോൾ മാളൂട്ടിയായി ഏറ്റെടുത്ത പ്രേക്ഷകർക്ക് നായികയായ താരത്തെ ഏറ്റെടുക്കാൻ സാധിച്ചില്ല. മലയാളത്തിൽ ഈ ഒറ്റ സിനിമയിൽ മാത്രമേ ഷാമിലി നായികയായി എത്തിയിട്ടുള്ളൂ. ചെറുപ്പത്തിൽ കാഴ്ചവെച്ച അഭിനയത്തിന്റെ പകുതിയിൽ ഒന്നുപോലും അഭിനയിക്കാൻ മുതിർന്നപ്പോൾ ഷാമിലിക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ 2018 ശേഷം ഷാമിലി അഭിനയിച്ചിട്ടേയില്ല. സനിക നമ്പ്യാർ മോഹൻലാൽ നായകനായ ഒളിമ്പിൻ അന്തോണിയാദം എന്ന സിനിമയിൽ ബാലതാരമായിട്ടാണ് സനിക അഭിനയം തുടങ്ങുന്നത്. ചിത്രത്തിൽ നാസറിന്റെ മകളായി അഭിനയിച്ച സനികയുടെ വേഷം അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ശേഷം 2004 റിലീസ് ചെയ്ത അഗ്നിനക്ഷത്രം എന്ന സിനിമയിലും സനിക ബാലതാരമായി എത്തി. ചിത്രത്തിൽ രുദ്ര എന്ന കഥാപാത്രത്തെയായിരുന്നു സനിക അവതരിപ്പിച്ചത്. ഈ 2 ചിത്രത്തിനു ശേഷവും സനികയെ പിന്നെ മലയാള സിനിമയിൽ എവിടെയും കണ്ടില്ല. തുടർന്ന് വർഷങ്ങൾക്കിപ്പുറം 2013 ഒറീസ എന്ന ചിത്രത്തിൽ ഉണ്ണിമുകുന്ദന്റെ നായികയായി താരം തിരിച്ചുവരവ് നടത്തി. എന്നാൽ ഈ ചിത്രം ഒരു പരാജയമായി മാറുകയും അതോടൊപ്പം സനികയുടെ വേഷവും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തു. തുടർന്ന് ഇന്ന് വരെയും സനികയെ നായികയായി സിനിമാ ലോകത്ത് കണ്ടിട്ടില്ല. ബാലതാരമായി ശ്രദ്ധിക്കപ്പെട്ടതുപോലെ നായികയായി ശ്രദ്ധിക്കപ്പെടാൻ സനികയ്ക്ക് കഴിഞ്ഞില്ല. ലക്ഷ്മി മരക്കാർ 1995 കാലഘട്ടത്തിൽ ബാലതാരമായി തിളങ്ങിയ താരമാണ് ലക്ഷ്മി മരക്കാർ. 1995 സ്ട്രീറ്റ് എന്ന മലയാളം ചിത്രത്തിൽ വേഷമിട്ടാണ് ലക്ഷ്മി സിനിമയിലേക്ക് വരുന്നത്. തുടർന്ന് അതേ വർഷം തന്നെ നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പമുള്ള ബാലവേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.
ചിപ്പിയുടെ മകളായി അനു എന്ന കഥാപാത്രത്തെയാണ് ലക്ഷ്മി സിനിമയിൽ അവതരിപ്പിച്ചത്. ശേഷം മന്ത്രി കൊച്ചമ്മ, മാന്ത്രിക കുതിര തുടങ്ങിയ ചിത്രങ്ങളിലും ലക്ഷ്മി ബാലതാരമായി എത്തി. തുടർന്ന് വർഷങ്ങൾക്കിപ്പുറം വൈറസ് എന്ന ചിത്രത്തിൽ ഒരു ചെറിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ലക്ഷ്മി മലയാള സിനിമയിലേക്ക് മടങ്ങി വരുന്നത്. ഹെലൻ, ഗോൾഡ് എന്നീ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിരുന്നു. എന്നാൽ ലക്ഷ്മിയുടെ വേഷങ്ങൾ അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് മാത്രം. ബാലതാരമായി ബിഗ് സ്ക്രീനിൽ തിളങ്ങി നിന്നിട്ടും ഒരു മുൻനിര നായികയായി വളർന്നു വരാൻ ലക്ഷ്മിക്ക് കഴിഞ്ഞില്ല. അയൽവാശി എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും താരം പ്രവർത്തിച്ചിട്ടുണ്ട്. ലക്ഷ്മിയുടെ സഹോദരി അനാർക്കലി മരക്കാർ ഇപ്പോഴത്തെ ഒരു മുൻനിര നായികയാണ്. ഇവരൊക്കെയാണ് ബാലതാരമായി തിളങ്ങി നിന്നിട്ടും നായികയായി ശ്രദ്ധിക്കപ്പെടാതെ പോയ നടിമാർ. ഇതുപോലത്തെ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.